പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചറിലെ യൂണിറ്റ് 2 അഅ്ലാമുൻ നസ്റിൽ ജാഹിലിയയിലെ എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണ് ഇത് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മൻ ഹുവ ഖസ്സബിന് സഅദുൽ അയാദി? ഖസ്സബിന് സഅദുൽ അയാദി ആരാണ്? ആൻസർ, ഹുവ മിൻ അഷ്റഫിൽ ഖുതബാഇൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ പ്രാസംഗകരിൽ ഒരാളാണ് ആര്? ഖസ്സബിന് സഅദ് അൽ ഇയാദി. രണ്ടാമത്തെ ചോദ്യം, മൻകാന അസ്ഖഫു ലി ജിറാനില്ലദി മൻകാന അസ്ഖഫു നജ്റാനല്ലദി തുവഫിയ ഹവാലി ആം 600 മീലാദി. ഏകദേശം 600 മരിച്ച നജ്റാനിലെ ബിഷപ്പ് ആരായിരുന്നു? ആൻസർ, ഖസ്സബിന് സാഇദ. മൂന്നാമത്തെ ചോദ്യം, കാന അവ്വലു മിൻ ഖുതബി കാന അവ്വലു മൻ ഖുതബി മുത്തഖിനൻ അല സൈഫി മൻ? വാൾ കുത്തി നിർത്തി പ്രസംഗിച്ച ആദ്യത്തെയാൾ ആരായിരുന്നു? ആൻസർ, ഖസ്സബിന് സാഇദ. അതും ഖസ്സബിന് സാഇദയാണ് ആൻസർ. ഈ മൊബൈലിലൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ വായിക്കാൻ ചിലപ്പോൾ വ്യത്യാസപ്പെടും, അപ്പോൾ അതിലേക്ക് നോക്കേണ്ടി വരും. അതാണ് ചില താമസിക്കുന്നത് കേട്ടോ. അടുത്ത നാലാമത്തെ ചോദ്യം, റഹിമല്ലാഹു ഖസ്സൻ ഇന്നീല അർജു യൗമൽ ഖിയാമത്തി അൻ യുബഅസ ഉമ്മത്തൻ വാഹിദ മൻ ഖാല ഹാദാ. അള്ളാഹു ഖസ്സിന് കാരുണ്യം ചെയ്യട്ടെ, അന്ത്യദിനത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ആരാണ് പറഞ്ഞത്? ആൻസർ, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, മാഹു ഇസ്മു അഖ്സം ബിനു സൈഫി അൽ തമീമി അൽ കാമിൽ? അഖ്സം ബിൻ സൈഫി അൽ തമീമി പൂർണ്ണമായ പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ, അഖ്സം ബിൻ സൈഫി ബിൻ റിയാഹ് ബിൻ അൽ ഹാരിസ് തമീമിൽ മുളിരി എന്നാണ് ആൻസർ. ഇനി ആറാമത്തെ ചോദ്യം, മാ ഹുവൽ ലഖബുല്ലദി അശ്ഹറ ബിഹി അഖ്സം ബിൻ സൈഫി തമീമി? അഖ്സം ബിൻ സൈഫി അൽ തമീമി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ, ഹക്കീമുൽ അറബ്. അറബികളുടെ തത്വജ്ഞാനി എന്നാണ് എന്ത് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, മത്താ തുവഫിയ അഖ്സം ബിൻ സൈഫി തമീമി? അഖ്സം ബിൻ സൈഫി തമീമി എപ്പോഴാണ് മരിച്ചത്? ആൻസർ, തുവഫിയ ഹവാലി സനത്ത 630 മീലാദി. ഏകദേശം 630 മരിച്ചു. എട്ടാമത്തെ ചോദ്യം, മൻ ഹുവ അംർ ബിൻ മഅദി കെരിബൽ സുബൈദി? ഇവിടെ എക്കിരിബ് എന്നാണ് ഇട്ടിരിക്കുന്നത്, മഅദി കെരിബ് എന്നാണ് കറക്റ്റ് കേട്ടോ. അത് തെറ്റിപ്പോയതായിരിക്കും, അവിടുത്തെ അച്ചടി പിശാചായിരിക്കും. എക്കിരിബ് എന്നാണ്, മഅദി കെരിബ് എന്നാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ വരുന്നതും. ഇവിടെ മഅദി എക്കിരിബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എട്ടാമത്തെ ചോദ്യം എന്താണ്? ആരാണ് അംർ ബിൻ മഅദി കെരിബ് സുബൈദി ആരാണെന്നാണ് ചോദ്യം. ആൻസർ, ഹുവ ഖതീബുൽ അറബ് വഫാരിസുൽ യമൻ വബത്തലുൽ ഖാദിസിയ. അത്രയുണ്ട് അതിൻ്റെ ആൻസർ. അദ്ദേഹം അറബികളുടെ പ്രസംഗകനും യമനിലെ ധീരനും ഖാദിസിയയിലെ നായകനുമാണ്. ഇനി ഒമ്പതാമത്തെ ചോദ്യം, മാഹിയ കുന്നിയത്തു അംർ ബിൻ മഅദി കെരിബൽ സുബൈദി? അംർ ബിൻ മഅദി അൽ സുബൈദിയുടെ വിളിപ്പേരെന്താണ്? ആൻസർ, അബൂ സൗഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. പത്താമത്തെ ചോദ്യം, മത്താ ഇൽതഖ അംർ ബിൻ മഅദി കെരിബ് സുബൈദി ബിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം?
അംർ ബിൻ മഅദി കരീബ് അസുബൈദി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴാണ് കണ്ടുമുട്ടിയത്? ആൻസർ സനത തിസ്ഉം മിനൽ ഹിജ്റത്തി ലദ അൽ മുൻസരിഫത്തി മിൻ തബൂക്ക്. തബൂക്കിൽ നിന്ന് മടങ്ങുമ്പോൾ ഹിജ്റ 9-ാം വർഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടുമുട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഖാരിം ബൈന ഖസ്സബിന് സായിദ വഖ്സബിന് സൈഫി ഫി മജാലിൽ ഖിതാബ മഅ തർക്കീസി അല ഉസ്ലൂബി കുല്ലി മിൻഹുമ വഖസായിസി ഖുതബിഹിമ. ഖസ്സബിന് സായിദയുടെയും അഖ്സബിന് സൈഫിയുടെയും പ്രസംഗകലയുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യുക. ഓരോരുത്തരുടെയും ശൈലിക്കും പ്രസംഗങ്ങളുടെ സവിശേഷതകൾക്കും ഊന്നൽ നൽകുക. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് ചാനലിലുണ്ട്. നിങ്ങളത് ഫോളോ ചെയ്ത് അതിൻ്റെ ആൻസറുകൾ കണ്ടെത്തുക, പഠിക്കുക. അടുത്ത ആയിദ് മഖാലത്തൻ വജീസത്തൻ അനിൽ ഖതീബിൽ ജാഹിലി അംർ ബിൻ മഅദി കരീബിൽ അസുബൈദി. ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗകനായ അംർ ബിൻ മഅദി അൽ കരീബ് സുബൈദിയെക്കുറിച്ച് ഒരു ചെറിയ ലേഖനം തയ്യാറാക്കുക. ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ എല്ലാവരും അതൊക്കെ പ്രിപ്പയർ ചെയ്ത് എക്സാമിന് വേണ്ടി തയ്യാറാകുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.